ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1950 കത്തോലിക്ക വിശ്വാസികളായ മാതാപിതാക്കൾക്ക് 8 മക്കളിൽ മൂത്തവനായി ജനിപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയന് ഇട നൽകി. പെട്ടെന്ന് ഒരു ഉദ്യോഗം കണ്ടെത്തണമെന്നുള്ള വ്യഗ്രതയിൽ എൻ്റെ ശാരീരിക യോഗ്യതയ്ക്കനുസരിച്ച് ലഭിക്കാവുന്ന പോലീസിലെ ഒരു ഉദ്യോഗം ദൈവം എനിക്ക് നൽകുവാനിടയായി. 1971 സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്ക് തിരുവനന്തപുരത്തെ റിക്രൂട്ടിംഗ് സെൻറ്ററിൽ വച്ച് തന്നെ എനിക്ക് ചേരുവാൻ കഴിഞ്ഞു. അങ്ങനെ അതിൽ ചേർന്ന് ട്രെയിനിങ് കഴിഞ്ഞ് വീണ്ടും കേരളത്തിലേക്ക് തന്നെ ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ ഇടയായി. യുവതലമുറ ഓർക്കുന്നില്ലെങ്കിലും എന്നെപ്പോലെ പ്രായമുള്ളവർക്ക് ഒരുപക്ഷെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന സംഭവമാണ് തലശ്ശേരി കലശമെറിഞ്ഞ ഒരു സംഭവം. അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകുകയും അനേകം ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ തമ്മിലുണ്ടായ ആ പോരാട്ടത്തിൽ അനേകം പേർ മരിക്കുവാനിടയാകുകയും അവിടെ സായുധ സേനയുടെ ആവശ്യം അധികമാകയാൽ ഞങ്ങളെ വേഗം പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് അവിടേക്ക് അയക്കുവാനിടയായി. അങ്ങനെ തലശ്ശേരിയുടെ പ്രദേശത്തും ഒടുവിൽ നക്സൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വർഗീസിനെ പിടിക്കുവാൻ തിരുനെല്ലിയുടെ ആ മലമ്പ്രദേശത്തുമൊക്കെ ഈ എളിയവന് സേവനമനുഷ്ഠിക്കുവാൻ ദൈവം അവസരം തന്നു. എന്നാൽ ഈ സേവനത്തിനിടയിൽ പലപ്പോഴും എൻ്റെ മനസാക്ഷി ദുഃഖിക്കുമായിരുന്നു. മറ്റുള്ളവർ ചെയ്ത കുറ്റത്തിന് ശിക്ഷിച്ച് അവരെ ലോക്കപ്പിലാക്കിയിരിക്കുമ്പോൾ ഏത് കുറ്റത്തിനാണോ അവരെ ശിക്ഷിച്ചാക്കിയത് അതേ കുറ്റം തന്നെ പോലീസുകാരായ ഞങ്ങൾ അവരുടെ മുമ്പിൽ ഇരുന്ന് ആവർത്തിക്കുന്നത് എനിക്ക് മനസാക്ഷിക്ക് നിരക്കാത്തതായി തോന്നുകയും അപ്പോൾ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിരമിക്കണമെന്ന ഒരു വലിയ മനോഭാരം എനിക്കുണ്ടാകുകയും ചെയ്തു. അങ്ങനെ നിർബന്ധിതമായി ഞാൻ അതിൽ നിന്ന് വിരമിച്ച് മറ്റൊരു പണിക്കായി പരിശ്രമിച്ച് ഷിപ്പിൽ ഫിറ്ററായിട്ട് താൽക്കാലികമായ ജോലി കൽക്കട്ടയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. കൽക്കട്ടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹം നടന്നു. അതിനുശേഷം എനിക്ക് ഗൾഫിൻ്റെ പ്രദേശത്ത് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നു. അങ്ങനെ ഗൾഫിൽ പോയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കത്തോലിക്ക കുടുംബത്തിൽ കുർബാനയും മറ്റും പങ്കെടുത്തും സഹായിച്ചും പോകുന്ന എനിക്ക് വചനത്തിൻ്റെ പൊരുളുകൾ അത്രയൊന്നും അറിയില്ലായിരുന്നു. ജബലാലി എന്ന പോർട്ടിൽ ഞങ്ങളുടെ മറ്റൊരു കോൺട്രാക്റ്റിന് പ്രതീക്ഷിച്ച് കിടക്കുമ്പോൾ അവിടെ വച്ച് ചില ദൈവദാസന്മാരെന്ന് അറിയുന്ന ചിലർ കടന്നു വന്ന അന്ന് ദൈവദാസൻ ഞങ്ങൾക്ക് അച്ഛന്മാരെ മാത്രം പരിചയമുള്ള ഒരു കൂട്ടത്തിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. ഈ ദൈവദാസന്മാർ വന്ന് വചനത്തെക്കുറിച്ച് ഇങ്ങനെ ആധികാരികമായിട്ടൊക്കെ പറയുമ്പോൾ ആദ്യം എനിക്കതൊരു തമാശ പോലെ തോന്നിയെങ്കിലും പിന്നത്തതിൽ ഇവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുകയും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ആത്മാവിൽ അത് ഒരു ഭാരമായി തീർന്ന് വചനത്തിൻ്റെ സത്യം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വചനത്തിന് അനുസൃതമല്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ ഉത്ഭവിപ്പാനും അതെനിക്ക് ഭാരമായി തീരുവാനും ഞാൻ വചന സത്യങ്ങളെ അന്വേഷിക്കുവാനും തുടങ്ങി. അങ്ങനെ റിഗിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം 2 മാസത്തിലൊരിക്കലും പിന്നെ ജോലി കയറ്റം കിട്ടിയപ്പോൾ മാസത്തിലൊരിക്കലുമായി ഭവനത്തിൽ വരുവാനിടയായി. എല്ലാ പ്രാവശ്യവും ഞാൻ വരുമ്പോൾ എൻ്റെ പെട്ടിയിൽ കാണുന്ന പതിവ് സാധനങ്ങൾ ചിലത് വചനം എൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ പെട്ടിയിൽ കണ്ടില്ല. അന്ന് വരെ എൻ്റെ വരവ് കാത്തിരിക്കുന്ന കൂട്ടുകാർ ആ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇന്ന് ഏത് ബ്രാൻഡാണ് കൊണ്ടുവന്നതെന്ന് അവർ വളരെ കൗതുകത്തോടെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു ബ്രാൻഡ് കിട്ടി, അത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് ഞാൻ മറ്റെല്ലാ ബ്രാൻഡും ഉപേക്ഷിച്ച് ആ ബ്രാൻഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലും എന്നെ ഒരു പ്രത്യേക രീതിയിൽ എൻ്റെ ഭാര്യയും എൻ്റെ അച്ഛനും ഒക്കെ എന്നെ കണ്ടു തുടങ്ങി. കാരണം കത്തോലിക്ക സമൂഹം പഠിപ്പിക്കുന്ന ആ മാതാവിൻ്റെ ഭക്തിയിൽ ഏറ്റവും മുൻനിരയിൽ ഞാനുണ്ടായിരുന്നു. പിന്നെ വചനസത്യം മനസ്സിലാക്കിയപ്പോൾ അമ്മയെപ്പോലെ അല്ലെങ്കിൽ ആ മാതാവിനെ പോലെ മറിയെപ്പോലെ ഒരു ഭാഗ്യ പദവി എനിക്കുമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാതാവിൻ്റെ ആ ഭക്തിയിൽ നിന്ന് അല്പം പിന്നിലേക്ക് വന്നപ്പോൾ എൻ്റെ കുടുംബക്കാർ എല്ലാവരും എന്നെ ഒരു
പ്രത്യേക ദൃഷ്ടിയാ നോക്കുവാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു, ഇതെന്താണ് എന്നവർക്ക് പിടികിട്ടിയില്ല. അവർ വിചാരിച്ചു ഇത് വല്ല കുതിരവട്ടത്തോ ഊളംപാറയിലോ കൊണ്ട് ആക്കേണ്ട വല്ല രോഗത്തിൻ്റെ തുടക്കമാണോ എന്ന് അവരെ സംശയിക്കുവാനിടയായി. പക്ഷേ ഞാൻ വചനസത്യങ്ങൾ അവരോട് വിളമ്പുകയും കാര്യങ്ങൾ വ്യക്തമായി വചനത്തിൽ നിന്ന് എടുത്തു കാട്ടുകയും ചെയ്തപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഏതാണ്ട് പരിശുദ്ധാത്മാവ് അവളുടെ ഉള്ളിൽ പ്രവർത്തിച്ച് കാര്യങ്ങൾ എല്ലാം ഗ്രഹിപ്പാൻ ഇടയായി. അങ്ങനെ എനിക്ക് എൻ്റെ ഭാര്യയെ കൂട്ടുകിട്ടിയപ്പോൾ കാര്യങ്ങൾക്ക് ദൈവം വേഗത കൂട്ടി. അങ്ങനെ കത്തോലിക്ക പാരമ്പര്യത്തിലും അതിൽ മുൻനിരയിൽ നിന്ന ഞാൻ കരസ്മാറ്റിക്കിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. കരസ്മാറ്റിക് പ്രവർത്തനങ്ങൾ ആദ്യകാലത്ത് വളരെ സംശുദ്ധമായ രീതിയിൽ വചനം മാത്രം പ്രസംഗിച്ചു പോകുന്ന ഒരു അനുഭവത്തിലായിരുന്നു. എന്നാൽ വചനം ക്രിയ ചെയ്ത് കൂട്ടം കൂട്ടമായി കത്തോലിക്കർ സത്യവിശ്വാസത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നത് കണ്ട് അവർ കരസ്മാറ്റിക് പ്രാർത്ഥനയിൽ വിശുദ്ധന്മാരെയും മാതാവിനെയും കുറിച്ച് പറയുകയും അവരോടുള്ള മധ്യസ്ഥത വേണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ വചനവിരുദ്ധമായി ഞങ്ങൾക്കത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്നും ആ പ്രാർത്ഥന മറ്റൊരു ഇടത്തേക്ക് മാറ്റി. എൻ്റെ സ്നേഹിതനായ സഹോദരൻ്റെ വർക്ക്ഷോപ്പിലെ ഒരു ഹാളിൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു. ഒടുവിൽ പള്ളിയിൽ നിന്ന് എതിർപ്പ് വന്നപ്പോൾ ആ സഹോദരൻ ഞങ്ങളെ പുറത്താക്കി. ഞങ്ങൾ വീട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും ഈ പ്രാർത്ഥന തുടരുവാനിടയായി. പ്രാർത്ഥനാ വേളയിൽ എന്നോട് ശക്തമായി ഇടപെട്ട വേദവചനങ്ങൾ റോമാലേഖന 2-ാം അധ്യായത്തിൻ്റെ 28-29 പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. 2 കൊരിന്ത്യർ 2:17 ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഈ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇടപെടുകയും അത് എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വചന ശുശ്രൂഷകൾ എന്ന ഒരു നാമകരണം, എൻ്റെ ശുശ്രൂഷ ദ വേർഡ് മിനിസ്ട്രീസ് എന്ന പേരിൽ ആകുവാൻ കാരണം ഈ വചന ഇടപെടലുകളാണ്. നിന്നുകൊണ്ട് എൻ്റെ സഹോദരവർഗത്തിനിടയിൽ പ്രവർത്തിക്കണമെന്ന പ്രചോദനം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുകയും അങ്ങനെ ഞാൻ റിഗിലെ ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തുകയും നാട്ടിൽ കരസ്മാറ്റിക്കിലൂടെ വചനം പഠിച്ചു നിന്ന ഒരു കൂട്ടം കത്തോലിക്ക സഹോദരങ്ങൾ എൻ്റെ കൂടെ ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടം നൽകി.